ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ സ്റ്റോറീസ് ഓഫ് നേര. ഗായ്സ്, ഇന്ന് അവിട്ടമാണ് കേട്ടോ. ഞങ്ങൾ അവിട്ടമായിട്ട് ഞങ്ങൾ ഫാമിലിയിൽ എല്ലാവരും കൂടെ കൂടിയിട്ടുണ്ട്. ഇന്ന് എൻ്റെ വീട്ടിലാണ് ഗൈസ്. അപ്പോൾ ഇതേ വേർത്ത് കുളിച്ച് നിൽക്കുകയാണ് ഗൈസ്. പൂക്കളൊക്കെ ഇട്ടു അതിൻ്റെ ഒരു ഹാങ് ഓവറിൽ നിൽക്കുകയാണ്. ഇനി കുറച്ചും കൂടെ ബാലൻസ് ഉണ്ട്, അവിടെ കുറച്ചുകൂടി ഇട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. ഹലോ ഗൈസ്, അവിടെ പൂക്കളത്തിൻ്റെ ജോലികളെല്ലാം തകർത്ത് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതൊരിക്കലും ഒരു അഭിനയമല്ല ഗൈസ്, സീരിയസ് ആയിട്ട് ഇട്ടുകൊണ്ടിരിക്കുകയാണ്. ഒരു ഹലോ പറ എല്ലാവരും. അങ്ങനെ ഞങ്ങൾ റെഡി ആയിരിക്കാണ് ഗൈസ്. നമ്മുടെ നേരിട്ട് റെഡി ആയിട്ടുണ്ട്. ഫ്ലവറിന്റെ അടുത്ത് നിൽക്കുന്ന നോക്കട്ടെ. സീല് ഡെക്കറേഷൻ ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഗൈസ്. ഹലോ മമ്മി. മറ്റൊരു സൈഡിലാണ് ഈ തകർത്ത് ഫോട്ടോഷൂട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അല്ലേ, കുട്ടീസിന്റെ സെറ്റ് ഫുള്ളും ദേ ഇവിടെ ഇരിക്കുന്നുണ്ട്. പിന്നെ ഇത്തവണയാണെങ്കിൽ പിള്ളേർ വളരെ കുറവായിരുന്നു കേട്ടോ. ബാക്കിയുള്ളവരെല്ലാം വേറെ ഒത്തിരി കാര്യങ്ങളിൽ ബിസി ആയിരുന്നു. അതുകൊണ്ട് ഉള്ളത് കൊണ്ട് ഓണം എന്ന് പറയുന്ന പോലെ ഇത്തവണ ഉള്ളവരെ കൊണ്ട് ഓണം. ഇത്തവണ ഒട്ടും പ്രീ പ്ലാൻഡ് അല്ലാത്ത ഓണം സെലിബ്രേഷൻ ആയതുകൊണ്ട് പിള്ളേർ മാത്രമല്ല കേട്ടോ, എൻ്റെ 2 അങ്കിൾമാരും ഉണ്ടായിരുന്നില്ല ഓണത്തിന്. ഞങ്ങൾ ഓരോ സോങ് കഴിയുമ്പോഴും നെക്സ്റ്റ് ഏത് സോങ് വെക്കണം എന്നുള്ള കൺഫ്യൂഷനിലായിരുന്നു കേട്ടോ. പിന്നെ ഇപ്പോൾ ഈ ഇടയായിട്ട് എവിടെ സോങ് പ്ലേ ചെയ്യുകയാണെങ്കിലും നമ്മുടെ നേരിട്ടാണെങ്കിൽ മോനിക ഇല്ലാതെ പറ്റില്ല. പിന്നൊരു കാര്യമുണ്ട് കേട്ടോ, നമ്മുടെ വണ്ടി നാട്ടിലെത്തിരിക്കുകയാണ് ഗൈസ്. 4 വർഷം ഇവൻ നാട് വിട്ടു പോയിച്ച്. അങ്ങനെ ഞങ്ങൾ ഭോപ്പാലെന്ന് വണ്ടി എത്തിയിരിക്കണം ഗൈസ്. രാജസ്ഥാനും ഭോപ്പാലൊക്കെ കറങ്ങി മൂപ്പരിവിടെ എത്തിയിരിക്കുകയാണ്. ഫോട്ടോഷൂട്ട് മൂടാണ് ഗൈസ്. അടുത്ത് നമ്മുടെ ബോഡി ഷോ, മ്യൂസിക് വിത്ത് ബോഡി മസിൽസ്. അങ്ങനെ ഫോട്ടോഷൂട്ടെല്ലാം കഴിഞ്ഞിരിക്കുകയാണ് ഗൈസ്. ഞങ്ങളിനി പുത്തിരി കഴിക്കാനായിട്ട് പോകണം. ഇന്ന് പുത്തിരി കഴിക്കണ്ടേ, പുത്തിരി കഴിക്കണ്ടേ. അങ്ങനെ കുറെ നേരത്തെ ഡാൻസും പരിപാടിയെല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ നമ്മുടെ മെയിൻ ഐറ്റത്തിലേക്ക് കിടക്കുകയാണ്. ഇതാണ് ഗൈസ് നമ്മുടെ ഇന്നത്തെ അവിട്ടം സദ്യ. അങ്ങനെ എല്ലാവരും ചേർന്ന് നമ്മുടെ സദ്യക്കുള്ള തയ്യാറെടുപ്പുകൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. എല്ലാവരും ചേർന്ന് കറികളെല്ലാം ഡിസ്ട്രിബ്യൂഷൻ ചെയ്ത് കഴിഞ്ഞു. നമ്മൾ ലാസ്റ്റ് കുറേ ഇയേഴ്സ് ആയിട്ട് ഏതെങ്കിലും ഒരു ഓണത്തിന് ഇതുപോലെ എല്ലാവരും കൂടെ കൂടാറുണ്ട് കേട്ടോ. ബട്ട് കഴിഞ്ഞു പോയ ഇയേഴ്സ് കമ്പയർ ചെയ്യുമ്പോൾ ഇപ്രാവശ്യമായിരുന്നു കേട്ടോ ആളുകൾ വളരെ കുറവ്. ഞങ്ങൾ തിരുവോണത്തിന് കൂടാനായിരുന്നു ശരിക്കും പ്ലാൻ ചെയ്തത്, ബട്ട് അത് നടന്നില്ല. അതുകൊണ്ടാണ് പാതി പേർക്കും ജോയിൻ ചെയ്യാൻ പറ്റിയിരുന്നത്. അങ്ങനെ ഞങ്ങളുടെ ആവിട്ടം സദ്യ റെഡി ആയിരിക്കുകയാണ് ഗൈസ്. സെറ്റാണ് ഗൈസ്. മെയിനാണ് ഗൈസ്. അങ്ങനെ ഞങ്ങൾ എല്ലാവരും അവിട്ടം സദ്യക്ക് റെഡി ആയിരിക്കാണ് കേട്ടോ. അതിന് മുൻപായിട്ട് പൊത്തിരിയും ഉണ്ട്. എല്ലാവരും ചേർന്ന് സെലിബ്രേറ്റ് ചെയ്യുമ്പോഴാണല്ലോ ഓണത്തിന് ശരിക്കും മീനിങ് ഉണ്ടാവുന്നത്. എല്ലാ വർഷവും നമ്മൾ മാക്സിമം എല്ലാവരും ചേർന്ന് ഓണം സെലിബ്രേറ്റ് ചെയ്യാൻ ശ്രമിക്കാറുണ്ട് കേട്ടോ. ഗൈസ്, എല്ലാവരും പുത്തിരി ഉണ്ണാൻ റെഡി ആയിരിക്കാണ് ഗൈസ്. എല്ലാവരും പുത്തിരി ഉണ്ണാൻ പോകണം. അങ്ങനെ ദേ ഇവിടെ വിളക്കെല്ലാം കൊടുത്തു വെച്ചു. എല്ലാവരും പുത്തിരി ഉണ്ണാനുള്ള തയ്യാറെടുപ്പിലാണ്. അങ്ങനെ ഞാൻ പോകണം ഗൈസ്. വിളക്ക് നന്നായിട്ട് കത്തുമ്പോൾ നോക്കി കഴിക്കണം കേട്ടോ. അങ്ങനെ നെക്സ്റ്റ് ഇയർ ഓണത്തിനും ഇപ്രാവശ്യം ഇല്ലാതിരുന്നവരെല്ലാവരും കൂടെ ചേർന്ന് നല്ല ഹാപ്പി ആയിട്ട് ഇതുപോലെ ഓണം സെലിബ്രേറ്റ് ചെയ്യാൻ പറ്റട്ടെ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ നമ്മൾ. സാമ്പാർ നെക്സ്റ്റ് രസം, അതായത് തൈര്. ഇതേ ഇവിടെ എല്ലാവരും സദ്യ കഴിച്ചു കഴിഞ്ഞത് അതിൻ്റെ ഹാങ് ഓവറിൽ ഇരിക്കുകയാണ് കേട്ടോ. ഞങ്ങളെല്ലാവരും സദ്യ കഴിച്ചു കഴിഞ്ഞാൽ എന്തേ പുറത്ത് ചെയറൊക്കെ ഇട്ട് കുറച്ച് കാറ്റൊക്കെ കൊള്ളാന്ന് പറഞ്ഞിട്ട് ഇരിക്കുകയാണ് കേട്ടോ. നേരിട്ടാണെങ്കിൽ ആ ഗ്യാപ്പിൽ ചാച്ചനെയും സോപ്പിട്ട് പോയി ഐസ്ക്രീം ഒക്കെ മേടിച്ചോണ്ട് വന്നിരിക്കുകയാണ്.
ആശില് കട്ടപ്പ. ഇത് കാണുമ്പോൾ നമുക്ക് ഇവർ അടി ഉണ്ടാക്കാന്നൊക്കെ തോന്നും. ബട്ട് ഇത് ഇവരുടെ യൂഷ്വൽ സ്നേഹപ്രകടനമാണ് ഗൈസ്. ഇന്ന് ശരിക്കും പിള്ളേരെല്ലാരും കുറവായതുകൊണ്ടാ, ഇല്ലെങ്കിൽ ഇതുപോലത്തെ 3-4 കൂടി ഉണ്ടാവും ഇവിടെ. ഇവരുമായിട്ടാണ് കേട്ടോ നമ്മുടെ നേരോട്ടിന് കൂട്ട്. ഓരോരുത്തർ യാത്ര പറഞ്ഞു പോവാണ് ഗൈസ്. ഗൈസ് അങ്ങനെ ഓരോരുത്തരായിട്ട് പോകാനായിട്ട് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ദേ ഞാനും ടയർഡായി, ഡ്രസ്സൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്യണം, എന്നിട്ടൊന്ന് ഫ്രീ ആവണം. ഈ വീഡിയോ നിങ്ങൾ എപ്പോഴും കാണുമെന്ന് പറയാൻ പറ്റില്ല ഗൈസ്. 2 days ആയിട്ട് ഭയങ്കര ബിസി, ഫുൾ ടയേർഡാണ്. അപ്പം ഞാൻ ഫ്രീ ആകുമ്പോഴേ ഇനി വീഡിയോ ഒക്കെ അപ്ലോഡ് ചെയ്യുള്ളൂ. എന്തായാലും നിങ്ങൾ എപ്പോൾ കാണുകയാണെങ്കിലും എല്ലാവർക്കും ഹാപ്പി ഓണം ഒന്നും കൂടി ഞാൻ വിഷ് ചെയ്യാണ്. ഞങ്ങൾ എന്തായാലും 2 days ആയിട്ട് ഓണം നല്ല അടിച്ചു പൊളിച്ചു. നിങ്ങളും നന്നായിട്ട് അടിച്ചു പൊളിച്ചിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇനി നെക്സ്റ്റ് ഇയറും ഇതുപോലെ ആഘോഷിക്കാൻ പറ്റട്ടെ. ഇത്തവണത്തേത് ഒരു പ്രീ പ്ലാൻഡ് ആയിട്ടുള്ള ഓണം സെലിബ്രേഷൻ ആയിരുന്നു കേട്ടോ ഗൈസ്. എല്ലാം പെട്ടെന്നായിരുന്നു. അപ്പോൾ അടുത്ത പ്രാവശ്യം കുറച്ച് സമാധാനത്തോടെ കുറച്ച് റിലാക്സ് ആയിട്ട് ഞങ്ങൾ ആഘോഷിക്കണമെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ അതിന് സാധിക്കട്ടെ. അപ്പോൾ ഒന്നുകൂടെ എല്ലാവർക്കും ഹാപ്പി ഓണം.